ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിക്സ് സ്പോർട്സ്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സത്യസന്ധമായ ചില ചെറിയ കായിക വാർത്തകൾ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. വീഡിയോകൾ, മോശത്തരം കായിക വാർത്തകൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മോശം വിടുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. 2023 ഏകദിന ലോകകപ്പ് ഫൈനൽ വരെ ഇന്ത്യ തോൽവിയറിയാതെ മര്യാദയ്ക്ക് കളിച്ചു ഫൈനലിലെത്തി. ട്രേവിസ് ഹെഡ് ഇന്ത്യക്കിട്ട് ഫൈനലിൽ നല്ലൊരടിയും തന്ന് കപ്പും കൊണ്ടും പോയി. നിങ്ങൾ ഈ ഇമേജിലേക്ക് നോക്ക്. ട്രേവിസ് ഹെഡിന്റെ ഗാബയിലെ അവസാന 3 ഇന്നിങ്സ് ആണ്. 2 ഇന്നിങ്സുകൾ ഡെക്കായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യക്കെതിരെ വന്നപ്പോഴോ ഇന്നലെ താരം സെഞ്ചുറി അടിച്ച് ആഘോഷിച്ചു. 2ാം ടെസ്റ്റിലും അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു. ഈ ഹെഡിനെതിരെ ഒരു തന്ത്രം പോലും പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്ത് ലോകോത്തര ടീം എന്നാണ് പറഞ്ഞിട്ടെന്ത് കാര്യം? രോഹിത് ശർമ്മയുടെ കാര്യം ഒരു കാലത്ത് ഹിറ്റ്മാനൊക്കെ തന്നെയായിരുന്നു, അതൊന്നും വിസ്മരിക്കുന്നില്ല. വളരെ നല്ല കളിക്കാരനായിരുന്നു. പക്ഷേ കുറെ നാളുകളായി കളിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ വേറെ പിള്ളേരൊക്കെ പുറത്തില്ലേ, ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. അതും ചെയ്യുന്നില്ല. അതും പോട്ടെ, ന്യൂസിലാൻഡ് വന്ന് ഇവിടെ മേഞ്ഞിട്ട് പോയി. 3-0 പരമ്പര തോറ്റു. ക്യാപ്റ്റൻസിയുടെ മണ്ടൻ തീരുമാനങ്ങൾ അവിടെ ഒരുപാട് കാണാനുണ്ടായി. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പാവം ബുംറ മാത്രമുണ്ട്. വേറെ ഒരുത്തിനും അങ്ങേർക്ക് ഒരു സപ്പോർട്ട് പോലും ചെയ്യുന്നില്ല. പ്രതിഭയുള്ള പലരും പുറത്തുണ്ട്, അവരൊട്ട് ടീമിൽ എടുക്കുന്നുമില്ല. വേറെ ഒരുത്തരുണ്ട്, മുഹമ്മദ് സിറാജ്. ഗ്രൗണ്ടിലൊക്കെ അദ്ദേഹത്തിന്റെ അഗ്രഷൻ കാണുമ്പോൾ ചിലപ്പോൾ മലമറിക്കുമെന്ന് വിചാരിക്കും. പക്ഷേ സ്വാഭാവികമായി ഒന്നും നടക്കുന്നത് കാണുന്നില്ല. പിന്നെ ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റിൽ ഹീറോ ആയ ജയ്സ്വാൾ, അദ്ദേഹം മിച്ചൽ സ്റ്റാർക്കിനെ ഒന്ന് ചൊറിഞ്ഞു. 2ാം മത്സരത്തിൽ സ്റ്റാർക്ക് ഇന്ത്യയെ അങ്ങോട്ട് തകർത്തു വിട്ടു. ജയ്സ്വാളിനെ ഔട്ടാക്കി. 3ാമത്തെ ടെസ്റ്റിലും പോയി പണി നോക്കട ചെക്ക എന്ന് പറയുന്നത് പോലെ സ്റ്റാർക്ക് ജയ്സ്വാളിന്റെ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. 3ാമത്തെ ദിവസം മഴ കളി മുടക്കിയപ്പോൾ ഇന്ത്യ 59 റൺസിന് 4 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെന്ത് കളി? കാണാനിരിക്കുന്ന നമ്മൾ മണ്ടന്മാരാണ്. ആരും എന്നെ ട്രോളാൻ വരുന്നുണ്ട്. വിഷമം കൊണ്ട് പറഞ്ഞതാ. ഏതായാലും ഇനി മഴ വിചാരിക്കണം ഇന്ത്യയെ തോൽവിയിൽ നിന്ന് രക്ഷിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ.